ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡി ഡാഫോഡിൽസ്. ഓക്കെ, നമുക്കിന്ന് ആരി വർക്കിൻ്റെ ഒരു ബിഗിനേഴ്സ് ക്ലാസ്സാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്ക് ആവശ്യമായ ബേസിക് നീഡ്സ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് ആരി വർക്ക് ചെയ്യാൻ വേണ്ടി. അതെന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഫ്രെയിമാണ്. ഓക്കെ, ഉണ്ടല്ലോ, ഇതേപോലൊരു ഫ്രെയിം നമുക്ക് വേണം. ഇത് ഒരു ചെറിയ ഫ്രെയിമാണ്. നമ്മുടെ സ്ലീവ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ ചെറിയ ഫ്രെയിം നമുക്ക് വലിയ ഫ്രെയിം വെച്ച് ചെയ്യുന്നതിലും ഈസി. ഇതുപോലെ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ചെറിയ ഫ്രെയിം യൂസ് ചെയ്യാം. പിന്നെ നോർമലായിട്ട് വേണ്ടത് ഇതാ ചെറിയ ത്രെഡ്. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് ആരി വർക്ക് ചെയ്യാനെന്നത്. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ത്രെഡാണ് ഇത് ഈ ത്രെഡാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ മെറ്റീരിയലിലൊക്കെ വരയ്ക്കാൻ വേണ്ടി ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ, ഇതൊക്കെ ബുക്ക് സ്റ്റോൾസിൽ നിന്നൊക്കെ കിട്ടും. ഒരു പെൻസിലിന് 6 രൂപയൊക്കെ ഉള്ളൂ. ഇത് വൈറ്റ് കളറാണ്, ഇത് യെല്ലോ. ലൈറ്റ് കളർ ഡ്രസ്സിലൊക്കെ ഈ യെല്ലോ കളർ വെച്ച് കാണാം, കാരണം വൈറ്റ് പെട്ടെന്ന് മാർക്ക് ചെയ്താൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ യെല്ലോ കളർ പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് നമ്മളുടെ നീഡിൽ. നീഡിൽ തുലിപ്പിൻ്റെ നീഡിലാണ്. ഓക്കെ, ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്പർ 14 നമുക്ക് ഏറ്റവും തുലിപ്പിൻ്റെ നീഡിൽ. ഞാൻ ഈ നീഡിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. തുലിപ്പ് നമ്പർ 14 നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് തുലിപ്പിൻ്റെ തന്നെ നീഡിൽ 24 എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ബീഡ് വർക്കൊക്കെ ചെയ്യാൻ നേരം കൂടുതലും ചില ഷുഗർ ബീഡ്സ് ഒന്നും നമ്മുടെ ഈ 14 കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ 24 നമ്പർ. പിന്നെ ഒരു സിസറോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കട്ടറോ ഇത് വേണം, കാരണം നമ്മൾ ത്രെഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ വേണ്ട കുറച്ച് മെറ്റീരിയൽസാണ് ഷുഗർ ബീഡ്സ്. ഇത് സ്വീക്കൻസ് ആണ്. ഓക്കെ, ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോയിലൊക്കെ ബാക്കി മെറ്റീരിയൽസൊക്കെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. നമുക്ക് മെയിനായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് വേണം. ഇത് ഒരു ഡാർക്ക് ബ്ലൂ കട്ട് ബീഡ്സ് ആണ്. ഇത് ബ്ലാക്കായിട്ട് തോന്നുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. ക്യാമറയിൽ എനിക്ക് തോന്നുന്നൊരു ബ്ലാക്ക് കളർ പോലെ തോന്നുന്നു, പക്ഷെ ഇത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്. പിന്നെ ഇങ്ങനത്തെ ബീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് വീറ്റ് ബീഡ് എന്നാണ് പറയുന്നത്. വീറ്റ്, അതായത് നമ്മുടെ ഗോതമ്പ് മണികളുണ്ടല്ലോ, അതുപോലെ ഇരിക്കും ഈ മുത്തുകൾ കാണാൻ. ഇപ്പോൾ കൂടുതലും മറ്റേ ബ്ലൗസിൻ്റെ സ്ലീവ് ഡിസൈനിലൊക്കെ ഈ വീറ്റ് ബീഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സീക്വൻസ് തന്നെ എല്ലാവർക്കും സീക്വൻസ് തന്നെ അറിയത്തുള്ളൂ. കപ്പ് സീക്വൻസ് ഉണ്ട്. ഇത് നല്ല കപ്പ് ഷേപ്പിലാണ് ഇതിരിക്കുന്നത്, കപ്പ് പോലെയാണ്. ഓക്കെ, ഇത് ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ നോർമൽ സീക്വൻസ്, ഫ്ലാറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതതുപോലെ തന്നെ കപ്പ് സീക്വൻസ് ആണ്, ചെറുതാണ്, വളരെ ചെറുതാണ്. പിന്നെ ഇതൊരു ഷുഗർ ബീഡ്സ് ആണ്. ഓക്കെ, ഷുഗർ ബീഡും കൊണ്ട് ട്യൂബ് ബീഡും എല്ലാം മിക്സായി കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓരോ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് അല്ലാതെ ഇതായിട്ട് കാണാം. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടതാണ് ഇതുപോലത്തെ കാർബൺ ഷീറ്റ്സ്. ഓക്കെ, നമ്മൾ ഡ്രസ്സിലോട്ടൊരു ഡിസൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് നേരിട്ട് ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നമ്മളൊരു ഡിസൈൻ വരച്ചിട്ട് ഇതുപോലെ കാർബൺ ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം നമ്മുടെ മെറ്റീരിയലിലോട്ട്. എപ്പോഴാണെങ്കിലും ഒരു ബിഗിനേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഈ മെറ്റീരിയലിൽ ഒരിക്കലും നമുക്ക് ബിഗിനേഴ്സിന് പഠിക്കാൻ പറ്റില്ല, ഭയങ്കര പാടായിരിക്കും. ഓക്കെ, എപ്പോഴും പ്രോപ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്ന ക്ലോത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ ഭയങ്കര കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലത്തെ പ്രോപ്ലിൻ ക്ലോത്ത് വൈറ്റ് എടുക്കുന്നതിലും നല്ലത് ബ്ലാക്കാണ്, കാരണം നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഒരു ഭംഗി ബ്ലാക്കിലായിരിക്കും കാണാൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കാണാം, കാരണം ആരി വർക്ക് ചെയ്യുമ്പോൾ താഴെ എന്താണ് നടക്കണമെന്ന് ആർക്കും മനസ്സിലാവില്ല. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ജോർജറ്റ് മെറ്റീരിയൽ വാങ്ങിച്ചത്. ഓക്കെ, ഞാനാണെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ ഈ മെറ്റീരിയൽ നല്ല ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും നമ്മൾ മെറ്റീരിയൽ നല്ല ടൈറ്റായിട്ട് വേണം അറ്റാച്ച് ചെയ്ത് വെക്കാൻ. ഓക്കെ, ഇനി നമുക്ക് 2 ലൈൻസ് വരയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസിൽ എങ്ങനെയാണ് ആരി വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്,
മനസ്സിലാവുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാനിത് ഫസ്റ്റാണ് ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ചെയ്ത് നോക്കണത്. ഓക്കെ, രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ യെല്ലോ പെൻസിൽസ് ഉണ്ടല്ലോ, ആ പെൻസിൽ വെച്ചിട്ടാണ് യെല്ലോ കളറിലെ പെൻസിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, പിന്നീട് വൈറ്റ് കളറിലെ പെൻസിൽ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, ഇത് ബ്ലാക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് യെല്ലോയും വൈറ്റും ഒക്കെ നല്ലതായിട്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ത്രെഡ് എടുക്കാം. കുറച്ച് നീളത്തിൽ നോർമൽ ത്രെഡല്ല, ജെറി ത്രെഡ്. ഓക്കെ, കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് നമ്മൾ നല്ലതായിട്ട് ടൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നല്ല മുറുക്കെ ടൈ ചെയ്ത് കൊടുക്കണം. അതിന് 2-3 വട്ടം ചുറ്റിയിട്ട് ഓക്കെ ഇങ്ങനെ വലിക്കണം. ഓക്കെ, ആദ്യമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും അത്. ഓക്കെ, കുറേ പ്രാവശ്യമായിട്ട് ഓക്കെ എന്ന് വരുന്നു. ആദ്യം നമ്മൾ പോയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാങ്ങിച്ച് നമ്മൾ ക്യാഷൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. 1/2 മീറ്റർ മറ്റേ പ്രോപ്പിലിൻ ക്ലോത്ത് വാങ്ങിക്കണം. പിന്നെ ഫ്രെയിമും മിക്കവാറും ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരെ കാണും. അപ്പം നമ്മൾ സാധാരണ ഒരു ഫ്രെയിം വാങ്ങിക്കുക. ഓക്കെ, ഇത്രയെങ്കിലും സൈസുള്ളൊരു ഫ്രെയിം വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ വർക്കൊക്കെ നല്ലപോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ ഫ്രെയിമൊക്കെ വാങ്ങിക്കാം. ഓക്കെ, പിന്നെ ഇതുപോലൊരു ത്രെഡ് വാങ്ങിക്കണം. പിന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പെൻസിൽ വാങ്ങിക്കണം. പിന്നെ അത്യാവശ്യമായിട്ട് മെയിനായിട്ട് വാങ്ങിക്കണം ഈ നമ്പർ 14 ആണ്. 24ഉം പറ്റുമെങ്കിൽ വാങ്ങിക്കുക, കാരണം ബീഡ്സൊക്കെ ചില ബീഡ്സൊന്നും ഈ 14ലൂടെ കടന്നു വരില്ല. അപ്പോഴത്തെ നമുക്ക് 24 ആണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ടൈ ചെയ്ത് നൂലിൻ്റെ അടിയിൽ ഇത് ഈ നൂല് നമ്മളുടെ ഫ്രെയിമിൻ്റെ അടിയിലായിട്ട് വെക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഫ്രെയിമിൻ്റെ അടിയിലായിട്ട് വെച്ച് ആ കെട്ടിട്ട ഭാഗം നമ്മൾ എവിടെയാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫ്രെയിം നല്ലപോലെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നോട്ടിട്ട് കണ്ടല്ലോ, ആ നൂല് അടിയിലാണ് ഞാൻ ഹോൾഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ നമ്മുടെ ചൂണ്ട് വിരലുണ്ടല്ലോ അത് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ കറക്റ്റ് ആ ലൈനിൻ്റെ അവിടെ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ നീഡിൽ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തിയെടുക്കാൻ നോക്കല്. ഇത്തിരി ചരിച്ച് ഇങ്ങനെ കൊത്തി അതിലൊരു ചെറിയൊരു ഒരു ചൂണ്ട പോലൊക്കെ ചെറുതായിട്ടൊരു ഹോൾഡുണ്ട്, മനസ്സിലായോ? അങ്ങനെ നമ്മുടെ നൂല് നമ്മൾ പതുക്കെ ഇങ്ങനെ അതിലായിട്ട് കോർത്തെടുക്കണം. ഇങ്ങനെ നമുക്ക് നൂല് വലിച്ച് ഇപ്പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നൂല് ഞാൻ ഉയർത്തിയെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. കണ്ടോ? എന്നിട്ട് ആ ഒരു നൂല് നമ്മുടെ ആ ചൂണ്ട് വിരലിൽ തന്നെ ചുറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതപ്പോൾ ആ നൂല് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. വീണ്ടും നമ്മൾ ആദ്യം ഒരു ലോങ് ആയിട്ടുള്ള ചെയിൻസ് ഇട്ട് പഠിക്കാം. പിന്നെ നമുക്ക് ചെറുതായിട്ട് എപ്പോഴും ചെറിയ സ്റ്റിച്ചസാണ് നല്ലത്. ഓക്കെ, ഒന്നാമത് നമ്മൾ നോട്ട് ചെയ്തെടുത്തു, ഒരു ചെയിനായി. വീണ്ടും അതേപോലെ തന്നെ അടുത്ത ചെയിൻ എടുത്ത് ആദ്യം ഒരിത്തിരി ലോങ് ചെയിൻസ് ഇട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ബിഗിനേഴ്സിന് നല്ല പാടായിരിക്കും ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എപ്പോഴും പ്രോപ്പിലിൻ ക്ലോത്തിൽ പഠിക്കണതാണ് നല്ലത്. കണ്ട, ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ആദ്യം നമുക്ക് പഠിക്കാം. കണ്ട, കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടിയിൽ നടക്കുന്നതായി ഇങ്ങനെയാണ് കാണിച്ചത്.
കണ്ട എൻ്റെ ഈ ഒരു ചൂണ്ട് വിരൽ ഇതാ ഇവിടെ ഞാനിങ്ങനെ നൂല് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കണ്ട ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നോക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമ്മളിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ നൂല് മാറിപ്പോകും. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ ചെയിൻസ് ചെയ്തില്ല, ചെയിൻസിൽ കൂടെ പതിയെ നമ്മുടെ നീഡിൽ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ആ നൂലിനെ നമ്മൾ പതുക്കെ പിടിച്ച് ഈ നീഡിലിൻ്റെ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ അകത്തൂടെ എടുക്കണം. കണ്ട ഇങ്ങനെ എടുത്ത് ഒരു താഴെ നമ്മൾ വലിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെയിൻ അവിടെ കറക്റ്റ് ആവും. ഓക്കെ, വീണ്ടും കാണിക്കാം. ഇങ്ങനെ എടുക്കുക. കണ്ടല്ലോ, ഓരോരോ ചെയിൻ വീണുകൊണ്ടിരിക്കും. കണ്ട. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ നൂലും കൂടെ നമ്മൾ എടുക്കണം. പിന്നെ ഈ മെറ്റീരിയൽ പെട്ടെന്ന് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. കാരണം വളരെ തിന്നല്ലേ മെറ്റീരിയൽ. നമ്മൾ മറ്റേ പ്രോപ്ലിൻ ക്ലോത്ത് ആണെങ്കിൽ നല്ല കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നൂലിഴകളൊന്നും നമ്മുടെ നീഡിലിൽ കയറില്ല. ഓക്കെ, ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ ജോർജറ്റിലാണെങ്കിൽ ഇതിൻ്റെ നൂലും കൂടെ നമ്മുടെ നീഡിലിൽ കയറുന്നത്. ഇപ്പോൾ അത് 2-3 വട്ടമായിട്ട് അങ്ങനെ ഇതാവണതാണ് ഇതായി പോകുന്നത്. ഉണ്ടല്ലോ, ഇങ്ങനെയുണ്ട്. കുറച്ച് ലോങ് ആയിട്ടുള്ള ആ കൊളുത്തിൽ നമ്മൾ ചൂണ്ടയിൽ ഇങ്ങനെ കൊളുത്തി വലിക്കണ പോലെ ചരിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആദ്യമൊന്നും നിങ്ങൾക്കൊന്നും ഒട്ടും സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം പ്രോപ്ലിൻ ക്ലോത്ത് വാങ്ങിച്ച് ഇതുപോലെ ഇത് ചെയ്ത് ഞാൻ ഈ യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഇതൊരു 10 ഇഞ്ചുള്ള ഫ്രെയിമാണ് കേട്ടോ. നിങ്ങളും കടയിൽ പോയിട്ട് 10 ഇഞ്ചിൻ്റെ ഫ്രെയിം വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു തുടക്കമാകുമ്പോൾ അതിൽ ചെയ്ത് പഠിക്കാമല്ലോ. ഒത്തിരി അങ്ങ് ചെറുതായി പോയാലും നമുക്ക് പിന്നീടൊരു ഗുണം ഉണ്ടാവില്ല. ഒരു 10 ഇഞ്ചൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് 2-3 വട്ടം ഇങ്ങനെ ചെയ്ത് വെച്ചാലും ഒരു ചുരിദാറിൻ്റെ നെക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യഥാർത്ഥത്തിൽ 18 ഇഞ്ചൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ നെക്ക് ഡിസൈനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, എപ്പോഴും ഈ നെക്ക് നമുക്ക് ഫുള്ളൊരു നെക്ക് വരച്ച് ശേഷം കുറച്ച് വർക്ക് ചെയ്യുക, വീണ്ടും നമുക്ക് ഫ്രെയിം ഊരണം, വീണ്ടും അത് കറക്റ്റ് രീതിയിൽ വീണ്ടും ഫിക്സ് ചെയ്യണം. അങ്ങനത്തെ അപ്പോൾ ഈ 18 ഇഞ്ചോ അല്ലെങ്കിൽ 20 ഇഞ്ചോ ഒക്കെ ഉള്ള ഒരു ഫ്രെയിം വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെയൊക്കെ നെക്കിൽ ഒറ്റ വെട്ടം അങ്ങ് ഫിക്സ് ചെയ്ത് കറക്റ്റായി ടൈ ചെയ്തിട്ട് നമുക്കാണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു 10 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിം വാങ്ങിച്ച് ഓക്കെ നമുക്കിങ്ങനെ പഠിക്കാം. കണ്ടല്ലോ, ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. കാണാമല്ലോ, കണ്ട ആ ലൈനിൽ കൂടെ ഇങ്ങനെ ചെയ്ത് പോകണം. ഓക്കെ, ഇങ്ങനെ എടുക്കുക, കൊളുത്തിയെടുക്കുക, ഇതിൻ്റെ അകത്തൂടെ എടുക്കുക, ടൈറ്റായിട്ട് വലിക്കുക. ഓക്കെ, ചെയിൻസ് കാണാമല്ലോ അല്ലേ, വ്യക്തമാവുന്നുണ്ടല്ലോ. ഓക്കെ, ഇതിലെന്തെങ്കിലും വ്യക്തമാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും അതോ മനസ്സിലായി എന്താണെങ്കിലും എനിക്ക് കമൻസിൽ അറിയിക്കണം. ഓക്കെ, എന്തായാലും എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ. അതെങ്ങനെയായിരിക്കും അതിൻ്റെ റെസ്പോണ്ട് എന്നറിയാൻ ഒത്തിരി ഞാൻ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറയണം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെയിൻ ഇടാൻ ഒന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവരും അപ്പം ഒന്ന് ശ്രമിച്ച് നോക്കണം. ഓക്കെ, ആദ്യമൊക്കെ കുറച്ച് പാടാണെങ്കിൽ നമ്മൾ എന്ത് ജോലിയാണെങ്കിലും കുറേ പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് അവരവരുടെ ഡ്രസ്സെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ഈ ചെയിൻ ഇട്ടൊന്ന് പഠിക്കണം. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ചെയിൻ ഇട്ട് കാണിക്കാം. പിന്നീടൊരു കാര്യം പറയാൻ, നിങ്ങൾ എപ്പോഴും ചെയിൻ ഇട്ട് ഇങ്ങനെ ലോങ് ആയിട്ട് നീട്ടി വേണം നിർത്താൻ. അല്ല നമ്മളിങ്ങനെ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ നൂലിൻ്റെ അടിയിൽ നിന്നുണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചാൽ നമ്മൾ ഈ ചെയ്തതെല്ലാം ടക്കാന്ന് പറഞ്ഞങ്ങ് ഊരിപ്പോരും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും കുറച്ച് നീട്ടി ലോങ് ആയിട്ട് നിർത്തി വെക്കണം.
ആ ചെയിനെ വലിച്ച് ഇങ്ങനെ വലിച്ച് നീട്ടി നിർത്തണം. ഓക്കെ, ഇതെങ്ങനെയാണ് നോട്ട് ഇടുന്നത്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ, വീഡിയോ ഇങ്ങനെ ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേ, എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ എനിക്കും കാണുമ്പോൾ മനസ്സിലാവും. എങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്